ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ നമ്മളിന്ന് അമൃതം പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഒരു പുട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നതാണ് അമൃതം പൊടിയും കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുമിച്ചിട്ട് തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം എനിക്കിത് മൊത്തം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നൈസായിട്ടുള്ള പൊടിയാണ്, ചെറിയ തരികളുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് നല്ല കട്ടയായിട്ട് മാറാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ചെറിയൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. നന്നായിട്ട് നമ്മളിതാ അമൃതം പൊടീനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇത് നനവ് ഒരല്പം കൂടുതലാണോ എന്ന് തോന്നി പോകാം. അപ്പോൾ ഇതാ ഒട്ടും കൂടിയിട്ടില്ല. നമ്മളിതിനെ ഈ ഒരു പരുവത്തിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 3-4 മിനിറ്റ് മാത്രമേ കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നോക്കൂ, നന്നായിട്ട് ഉലർന്നു വന്നിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ടിപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരുന്ന മുഴുവൻ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമൃതം പൊടി നമ്മളിതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ജാറിൽ കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പൊടി എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്താ സാധാരണ പോലെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് തേങ്ങയും ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ടേ. അപ്പോൾ ഞാനിതാ നമ്മുടെ പുട്ടും പാനി എടുത്തു. വെള്ളം തിളയ്ക്കാൻ വെച്ച നേരം കൊണ്ട് നമ്മളിതാ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ അമൃതം പൊടി. നിങ്ങൾക്ക് 3-4 സ്റ്റെപ്പായിട്ടൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മാത്രമല്ല 2ആയിട്ടും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ. അമൃതം പൊടി പുട്ട് ഇതുവരെ കഴിക്കാത്തവരുണ്ടോ? അപ്പോൾ നമ്മുടെ അംഗനവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ അമൃതം പൊടി നമുക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാനിതാ ഫസ്റ്റത്തെ നമ്മുടെ പുട്ട് റെഡിയാക്കാൻ പോവുകയാണ്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ആവി പറക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അമൃതം പൊടിയും കൊണ്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ടേ. അപ്പോൾ ഇതാ നോക്കൂ, ഒരു പ്രാവശ്യം പോലും ഒടിഞ്ഞൊന്നും പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇതുവരെയും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ അമൃതം പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. മാത്രമല്ല പുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഹെൽത്തിയും കൂടി ആയാലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ